ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഭയങ്കര ബിസി ആയിരുന്നു, ഭയങ്കര എന്താ പറയുക, പിന്നെ കുറച്ച് നെഗറ്റീവ് എനർജി ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ബാക്ക് ടു ബാക്ക് നമ്മൾ നോർമൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ അതിലേക്ക് ഏറ്റവും സ്പെഷ്യൽ എന്താണെന്നറിയോ, ആ ഉണക്കമീനാണ് കേട്ടോ. ഉണക്കമീനിൻ്റെ ഒരു കടി കടിച്ചിട്ട് ബാക്കി സാമ്പാറും മുട്ട പൊരിച്ചതും കോവക്ക ഉപ്പേരി എല്ലാം കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഉണക്കമീനാണ് അതിന് ഫുള്ള് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത് കേട്ടോ ഈ ചോറ് തിന്നുമ്പം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ആദ്യം തന്നെ ചെയ്തത് വീട് വൃത്തിയാക്കണം കേട്ടോ. കഴുകാനുണ്ടായിരുന്നു, കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ കഴുകി വാഷിംഗ് മെഷീനിൽ നമുക്ക് അലക്കാനുള്ള തുണികളൊക്കെ ഇട്ട് റെഡിയാക്കി, പിന്നെ വീടൊക്കെ അടിച്ച് വാരി ക്ലീനാക്കി. അപ്പോൾ ആകെ ഒരു പോസിറ്റീവ് എനർജി വന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ പുതുതായിട്ട് വാങ്ങിയ കുക്കറാണ് ഇന്ന് കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ചെറിയ കുക്കർ നമുക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുക്കർ കിട്ടിയ സന്തോഷത്തിൽ ഇന്നൊരു സിമ്പിൾ സാമ്പാർ വെച്ചു. പിന്നെ മീനൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഉണക്കമീൻ പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മൾ പൊരിച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പോൾ എന്താ നെഗറ്റീവ് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആരാണെങ്കിലും എത്രയൊക്കെ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോയാലും നമുക്കും ഉണ്ടാവില്ലേ വിഷമങ്ങൾ. കുറേ നമ്മുടെ ജീവിതത്തെ പറ്റിയൊക്കെ ചിന്തിച്ച് നമ്മൾ ആകെ ടെൻസ്ഡ് ആവില്ലേ. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ. നമുക്ക് ഇന്നത്തെ ലൈഫ് ഇന്ന് എങ്ങനെയാണോ അത് ബെറ്ററായിട്ട് ജീവിക്കുക എന്നുള്ളതല്ലേ എപ്പോഴും ഉള്ള കാര്യം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കില്ല. പക്ഷേ ഫ്യൂച്ചറിനേക്ക് നല്ലത് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും പെർഫെക്റ്റായിട്ടും ഏറ്റവും നല്ല രീതിയിലും പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയും ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി.